ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് എക്സാമിന് എപ്പോഴും മാറിയും തിരിയും ചോദിക്കുന്നതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ട് കാണും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ, അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോഡ്, ഏതെങ്കിലും ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ റോഡ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റൽ റോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഈ ഇലക്ട്രോഡിനെ ലൂസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരും. ആ ടെൻഡൻസി വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഒരു ഇലക്ട്രോഡ്, ഇപ്പോൾ നമ്മൾ ഗാൽവനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യാൻ ഡാനിയൽ സെൽ പറയുകയാണെന്ന് വിചാരിക്കാം. ഡാനിയൽ സെൽ എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്, കാരണം നമുക്ക് മെറ്റൽസിനെ പറയാൻ പറ്റുമല്ലോ. അതാണ് ഇത് സിങ്ക്, നേരത്തെ മായ്ക്കണ്ടായിരുന്നു അല്ലേ, ഇത് കോപ്പർ. ഓക്കെ, ഇത് സിങ്ക്, ഇത് കോപ്പർ. ഇത് സിങ്ക് സൾഫേറ്റ്, സിങ്കിൻ്റെ സാൾട്ട് സൊല്യൂഷൻ. ഇത് കോപ്പർ സൾഫേറ്റ്, കോപ്പറിൻ്റെ സാൾട്ട് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ രണ്ടുപേരെയും എക്സ്റ്റേണൽ സർക്യൂട്ട്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് ആനോഡ്, ഇത് കാഥോഡ്, ദെൻ പിന്നെന്താ ഇവിടെ സാൾട്ട് പിടിച്ച്. ഓക്കെ, ഇനി നോക്കാം നമ്മളെന്താ പറഞ്ഞത്. എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ടെൻഡൻസി വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് ആരാ, സിങ്ക്. ആ സിങ്ക് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. സാൾട്ട് സൊല്യൂഷൻ ഏതാ, സിങ്ക് സൾഫേറ്റ്. കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഇയാൾക്ക് എന്തിനുള്ള ടെൻഡൻസി വരും, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. കാരണം ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ ടെൻഡൻസി വരും. അതുകൊണ്ട് ഇയാൾക്കൊരു പൊട്ടൻഷ്യൽ വരും. ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതേ കണക്ക് നമ്മുടെ കോപ്പർ അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ സൊല്യൂഷനുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ടാണ് നമ്മളതിന് എന്തെന്ന് വിളിക്കുന്നത്, റിഡക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഗെയിൻ ചെയ്യാൻ വരുന്ന ടെൻഡൻസി വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ ഇൻ എഫക്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഗാൽവനിക് സെല്ലിൽ ആനോഡിനും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുണ്ട്, കാഥോഡിനും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുണ്ട്. ആനോഡും പൊട്ടൻഷ്യൽ കാണിക്കാറുണ്ട്, കാഥോഡും പൊട്ടൻഷ്യൽ കാണിക്കാറുണ്ട്. ആനോഡ് കാണിക്കുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ കുറേ പേരുകൾ വിളിക്കും. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത്, ആനോഡിന് എന്ത് ചാർജാണ്, നെഗറ്റീവ് ചാർജ് അല്ലേ, അതുകൊണ്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. ആനോഡ് കാണിക്കുന്ന പൊട്ടൻഷ്യലിനെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആനോഡ് കാണിക്കുന്നുണ്ട്, ആനോഡിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. ആനോഡിക് പൊട്ടൻഷ്യൽ അല്ല, ഓക്സിഡേഷൻ വഴിയാണ് നടക്കുന്നത് കൊണ്ട് ഇതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അങ്ങനെയും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 3 വിളിപ്പേരുകളാണ് ഈ ആനോഡെന്ന് പറയുന്ന ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ. എന്തുകൊണ്ടാണ് ഈ ആനോഡെന്ന് പറയുന്ന ഈ ഒരു പകുതി, ഈ സെല്ലിൻ്റെ പകുതി പൊട്ടൻഷ്യൽ കാണിക്കുന്നത്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഒരു മെറ്റൽ റോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ടെൻഡൻസി വരും. ആ ടെൻഡൻസി വഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ ആനോഡിന് ഇലക്ട്രോണിനെ കളയാനുള്ള ടെൻഡൻസിയും കാഥോഡിന് ഇലക്ട്രോണിനെ വേടിക്കാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ കാഥോഡല്ലല്ലോ മേടിക്കുന്നത്, സൊല്യൂഷൻ അല്ലേ? ഓക്കെ, ഫൈൻ. പക്ഷേ ഈ Cu2+ ഈ ഇലക്ട്രോഡിൽ ചെന്നിരുന്നേ മേടിക്കത്തുള്ളൂ. കാരണം ഇലക്ട്രോഡ്സിൻ്റെ സൊല്യൂഷനിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ Cu2+ ഇവിടുന്ന് ഈ ഇലക്ട്രോഡിൽ ചെന്നിട്ടേ മേടിക്കത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോഡിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് റിഡക്ഷൻ അവിടെ വെച്ച് നടക്കുന്നു നമ്മൾ പറയുന്നത്, കാഥോഡിൻ്റെ റിഡക്ഷൻ നടക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ആനോഡിനൊരു പൊട്ടൻഷ്യൽ കാണിക്കാറുണ്ട്. അതിനെ നമ്മൾ 3 പേര് വിളിക്കും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആനോഡിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ്. പിന്നെ ആനോഡിക് പൊട്ടൻഷ്യൽ, ആനോഡിൽ വെച്ച് കിട്ടുന്ന പൊട്ടൻഷ്യൽ. ദെൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇതേ കണക്ക് കാഥോഡിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ 3 പേര് വിളിക്കും. ഒന്നാമത്തത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അല്ലാന്നുണ്ടെങ്കിൽ കാഥോഡിക് പൊട്ടൻഷ്യൽ, അല്ലാന്നുണ്ടെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ.
റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇങ്ങനെ 3 പേരുകളാണ് വിളിക്കുന്നത്. പോസിറ്റീവ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ കാഥോഡിക് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡും പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്, കാഥോഡും പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. ഇനി ഈ ആനോഡിൻ്റെ പൊട്ടൻഷ്യലും കാഥോഡിൻ്റെ പൊട്ടൻഷ്യലും ഒക്കെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഒരു പേര് വിളിക്കും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെറ്റൽ റോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു മെറ്റൽ റോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷൻ, പക്ഷെ സൊല്യൂഷൻ 1 മോളാർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമുക്കൊരു പൊട്ടൻഷ്യൽ എന്താ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ടെൻഡൻസി വരും. പക്ഷെ അവിടെ നമ്മൾ ആ പൊട്ടൻഷ്യൽ എന്തെന്ന് വിളിക്കില്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കില്ല, പകരം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. കാരണം സൊല്യൂഷൻ എത്ര 1 മോളാർ ആണ്. 1 മോളാർ ആകുമ്പോൾ പിന്നെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കില്ല, പിന്നെ എന്തെന്നേ വിളിക്കൂ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാക്കി വെക്കുക, 1 മോളാർ ആക്കി വെക്കുക. അപ്പോഴുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഈ ആനോഡും കാഥോഡും കൂടെ ചേരുമ്പോഴാണല്ലോ നമുക്ക് സെല്ല് കിട്ടുന്നത്. ആനോഡും കാഥോഡും കൂടെ, ആനോഡെന്ന് പറഞ്ഞ ഒരു സെല്ലിൻ്റെ പകുതിയാണ്, കാഥോഡെന്ന് പറഞ്ഞ സെല്ലിൻ്റെ പകുതിയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽസിനെ നമ്മൾ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. ഹാഫ് സെൽ പൊട്ടൻഷ്യൽ, ഒരു സെല്ലിൻ്റെ പകുതി പൊട്ടൻഷ്യൽ. ഇതാണ് ഒരു സെല്ല്. ആനോഡും കാഥോഡും കൂടെ ചേരുമ്പോഴാണ് ഒരു സെല്ല്, അതിൻ്റെ പകുതി പൊട്ടൻഷ്യൽ. ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്, അങ്ങനെയും വിളിക്കാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പേരും കൂടെ കൊടുക്കാം, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ, സെല്ലിൻ്റെ പകുതി സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അടുത്ത എന്താ, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. അങ്ങനെ 2 പേരുകളാണ് എക്സ്ട്രാ ആയിട്ട് വന്നത്. ഓക്കെ, ഇനി ഈ ആനോഡും കാഥോഡും കൂടെ ചേരുമ്പോഴാണല്ലോ നമുക്ക് സെല്ല് കിട്ടുന്നത്. അപ്പം ആനോഡിലൊരു പൊട്ടൻഷ്യലുണ്ട്, കാഥോഡിലൊരു പൊട്ടൻഷ്യലുണ്ട്. 2 പൊട്ടൻഷ്യലുകൾ ചേരുമ്പോൾ ഒരു സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പൊട്ടൻഷ്യൽസിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ. നമ്മുടെ കയ്യിൽ 2 പൊട്ടൻഷ്യലുണ്ട്. ഓക്കെ, ഇത് രണ്ടും ചേരുമ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ 2 പേരുടെയും ഡിഫറൻസ് ആയിരിക്കും. ഈ പൊട്ടൻഷ്യലിൻ്റെയും ഈ പൊട്ടൻഷ്യലിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ അതിൽ ആരിൽ നിന്ന് ആരെ കുറയ്ക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 2 പേരും ഒരിക്കലും ആഡ് ചെയ്യില്ല. ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്യില്ല. എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതായത് ഇവരും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാഫ് സെല്ലായ ആനോഡിൻ്റെയും ഹാഫ് സെല്ലായ കാഥോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ സെൽ പൊട്ടൻഷ്യൽ? നമ്മുടെ ഹാഫ് സെൽ, ഒരു സെല്ലിൻ്റെ ഹാഫ് സെല്ലുകളായ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. നമുക്കെപ്പോഴും സെൽ പൊട്ടൻഷ്യലാണ് കിട്ടുന്നത്, സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം സെൽ പൊട്ടൻഷ്യൽ. വേണ്ട, സെൽ പൊട്ടൻഷ്യൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ എഴുതിയിട്ട് സഫിക്സ് ആയിട്ട് സെൽ എന്ന് എഴുതും. ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ എന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ എന്നാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാൽ 2 ഇലക്ട്രോഡുകളും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഇലക്ട്രോഡുകൾ ചേരുമ്പോഴാണ് നമുക്കൊരു സെല്ല് കിട്ടുന്നത്. ഇതാണ് ഈ സെൽ എന്ന് പറയുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെൽ. സിമ്പിൾ. മനസ്സിലായോ? എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ആനോഡും ഒരു പൊട്ടൻഷ്യൽ കാണിക്കാറുണ്ട്, കാഥോഡും ഒരു പൊട്ടൻഷ്യൽ കാണിക്കാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്? ആനോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിലാണ്, കാഥോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിലാണ്. ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേര് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആനോഡിക് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്.
കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേര് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, കാഥോഡിക് പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. ഇനി ഈ ആനോഡും കാഥോഡും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സെല്ല് കിട്ടുന്നത്. അതുകൊണ്ട് ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആരുടെയൊക്കെ ഡിഫറൻസ് എടുക്കുന്നത്? ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും. കാരണം ആനോഡും കാഥോഡും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സെല്ല് കിട്ടുന്നത്. അപ്പോൾ ആനോഡിൻ്റെ പൊട്ടൻഷ്യലും കാഥോഡിൻ്റെ പൊട്ടൻഷ്യലും കൂടെ ഡിഫറൻസ് എടുത്താലേ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കിട്ടത്തുള്ളൂ. പക്ഷേ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ്. കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിഡക്ഷൻ വഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ്. അയ്യോ, ഒരിടത്ത് ഒരു റിയാക്ഷൻ വഴിയും മറ്റേടത്ത് വേറൊരു റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ്. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പൊട്ടൻഷ്യലുകളെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ മൈനസ് ചെയ്യും? അപ്പോഴാണ് ദൈവത്തെ പോലെ നമ്മുടെ IUPAC പ്രത്യക്ഷപ്പെട്ടത്. ഇവന്മാർ ഭയങ്കര പ്രശ്നമാണ്. ഇവന്മാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവന്മാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ എന്താ പ്രശ്നം? ആനോട് ഓക്സിഡേഷൻ വഴി പൊട്ടൻഷ്യൽ കാണിക്കുന്നു. ഓക്കെ, കാഥോഡ് റിഡക്ഷൻ വഴി പൊട്ടൻഷ്യൽ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് എടുത്താലേ സെൽ പൊട്ടൻഷ്യൽ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഡിഫറൻസ് എടുക്കാൻ പറ്റുന്നില്ല. അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുക? നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യലിനെ മറ്റേതാക്കി മാറ്റും. ഒന്നില്ലെങ്കിൽ രണ്ടും എന്താക്കുക? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആക്കുക. അല്ലെങ്കിൽ രണ്ടും എന്താക്കുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്കുക. അപ്പോൾ അവർ ചോദിച്ചു, അതെങ്ങനെയാ? സിമ്പിളല്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാക്കി മാറ്റുകയാണെന്ന് വിചാരിക്കുക. എന്താണോ കിട്ടിയ വാല്യൂ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുത്താൽ മതി. -10 ആണെങ്കിൽ +10 എടുത്താൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യലായി. ഓക്കെ, അപ്പോൾ IUPAC പറഞ്ഞു, ഇനി നിങ്ങൾ അതിലൊരു തർക്കം വേണ്ട, രണ്ടും ഓക്സിഡേഷൻ ആക്കണോ രണ്ടും റിഡക്ഷൻ ആക്കണോ, അങ്ങനെ ഒരു തർക്കം വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടും അങ്ങ് റിഡക്ഷൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ IUPAC പറഞ്ഞു, നിങ്ങൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ എന്തേ കൺസിഡർ ചെയ്യാവൂ? റിഡക്ഷൻ പൊട്ടൻഷ്യലേ കൺസിഡർ ചെയ്യാവൂ. പക്ഷെ പ്രശ്നം എന്താ? കാഥോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ആനോഡിന് എന്താ കിട്ടുന്ന? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ അതിനെ തിരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കി വേണം എടുക്കാനായിട്ട്. നമ്മൾ തിരിക്കുകയൊന്നും വേണ്ട, ക്വസ്റ്റ്യനകത്ത് റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ടേ തരത്തുള്ളൂ. കാരണം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ കൺസിഡർ ചെയ്യത്തേയില്ല. എല്ലാം കിട്ടുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിക്കാനൊന്നും നിൽക്കേണ്ട. ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാലും അവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല തരുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കിയ വാല്യൂവേ നിങ്ങൾക്ക് തരത്തുള്ളൂ. നിങ്ങളിനി സെപ്പറേറ്റ്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആനോഡിലെ പൊട്ടൻഷ്യൽ 2.1 വോൾട്ടാണ് തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആനോഡിൽ ഓക്സിഡേഷൻ അല്ലേ, അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലായിരിക്കും തന്നിരിക്കുന്നത്, അപ്പം -2.1 എടുക്കണമെന്ന് വിചാരിക്കും. വേണ്ട, അവർ റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കി എടുത്തിട്ടായിരിക്കും തരുന്നത്. കാരണം ഓക്സിഡേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ എന്താ IUPAC പറഞ്ഞത്? ഭയങ്കര വലിയ അടിയാവാൻ പോകുന്ന സമയത്ത് IUPAC എന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ തല്ലൊന്നും കൂടേണ്ട കാര്യമൊന്നുമില്ല. പ്രശ്നം എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പ്രശ്നം, IUPAC എന്നാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, ഒരു യൂണിയനാണ് ഇൻ്റർനാഷണൽ. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ തല്ലൊന്നും കൂടണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നില്ലെങ്കിൽ 2 പേരെ ഓക്സിഡേഷൻ ആക്കുക, അല്ലെങ്കിൽ 2 പേരെ റിഡക്ഷൻ ആക്കുക. അപ്പോൾ വീണ്ടും അടി. ചിലർ പറയുന്നത് 2 ഓക്സിഡേഷൻ ആക്കിയാൽ മതി, ചിലർ പറയുന്നത് 2 റിഡക്ഷൻ ആക്കിയാൽ മതി. അപ്പം IUPAC പറഞ്ഞു, ഇനി അതിലടി കൂടണ്ട, 2 ഒന്ന് റിഡക്ഷൻ ആക്കിയാൽ നിങ്ങൾ കിടന്ന് തല്ലു കൂടണ്ട എന്ന് പറഞ്ഞ് 2 ഒന്ന് റിഡക്ഷൻ ആക്കി. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ ഏത് പൊട്ടൻഷ്യലെ കൺസിഡർ ചെയ്യൂ? റിഡക്ഷൻ പൊട്ടൻഷ്യലെ കൺസിഡർ ചെയ്യൂ. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാവും. കാരണം ആനോഡിലും കിട്ടുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്, കാഥോഡിലും കിട്ടുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. പക്ഷേ ആനോഡിൽ ആക്ച്വലി നടക്കുന്നത് എന്താ? ഓക്സിഡേഷൻ. അതിനെ റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, പിന്നെ ഈ സെൽ പൊട്ടൻഷ്യൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന? ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് സെൽ പൊട്ടൻഷ്യൽ. പക്ഷേ ഇപ്പം നമ്മൾ എന്ത് പൊട്ടൻഷ്യലെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് സെൽ പൊട്ടൻഷ്യൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ഈ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ.
അതായത് കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എത്ര കിട്ടുമോ അതേ മൈനസ് ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത് ചെയ്ത് കഴിഞ്ഞാൽ സെൽ പൊട്ടൻഷ്യലായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്തുകൊണ്ടാണ് സാർ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എടുത്ത് ഈ ആനോഡ് മൈനസ് ഈ കാഥോഡ് എടുത്തൂടെ, അതെന്തുകൊണ്ട് എടുക്കാം? അപ്പം ഞാൻ പറയും, നമ്മൾ കൺസിഡർ ചെയ്ത പൊട്ടൻഷ്യൽ ഏതാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതുകൊണ്ടാണ് നമ്മൾ കാഥോഡിനെ ആദ്യം എടുത്തത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരുന്നെങ്കിൽ, അതായത് രണ്ടും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് കൺസിഡർ ചെയ്തെങ്കിൽ ആനോഡിനെ ആദ്യവും കാഥോഡിനെ രണ്ടാമതും എടുത്തത്. ഇപ്പം ഡൗട്ട് ക്ലിയർ ആണല്ലോ. കാരണം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്തത് കൊണ്ടാണ് കാഥോഡെ മൈനസ് ആനോഡ് എടുക്കുന്നത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരുന്നെങ്കിൽ ആനോഡെ മൈനസ് കാഥോഡ് എടുത്തത്. അപ്പോൾ ആ ഡൗട്ടും തീർന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാഥോഡെ മൈനസ് ഈ ആനോഡ്. കാഥോഡ് ഏത് സൈഡിലാണ് കിടക്കുന്നത്? റൈറ്റ് സൈഡിൽ. ആനോഡ് എവിടെ കിടക്കുന്ന? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഒന്നും കൂടി ഇക്വേഷനെ മാറ്റാം. ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. എന്താ ഇതിൻ്റെ മീനിങ്? റൈറ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സെല്ല് കിട്ടും. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സെൽ പൊട്ടൻഷ്യലും. ഓക്കെ, ഇതാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഒരു ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഒരു മെറ്റൽ റോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഇങ്ങനെ ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് ആനോഡിനും പൊട്ടൻഷ്യലുണ്ട്, കാഥോഡിനും പൊട്ടൻഷ്യലുണ്ട്. ആനോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ട്, അതൊരു പൊട്ടൻഷ്യൽ കാണിക്കും. അത് ആനോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആനോഡിക് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ, സെല്ലിൻ്റെ പകുതി, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ. അതിനൊക്കെ കാഥോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ട്, പോസിറ്റീവ് പൊട്ടൻഷ്യൽ, കാഥോഡിക് പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. ഇനി ഈ ആനോഡും കാഥോഡിൻ്റെയും ഒരു കാര്യം കൂടെ പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ആ സൊല്യൂഷൻ 1 മോളാർ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നല്ല വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. ഓക്കെ, ഇനി ഈ പകുതി സെല്ലുണ്ടല്ലോ, ഈ പകുതി സെല്ലുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ സെല്ല് കിട്ടുന്നത്. അപ്പം ഈ പകുതി സെല്ലിൻ്റെ പൊട്ടൻഷ്യലുണ്ട്, ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. കാരണം അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് സെൽ പൊട്ടൻഷ്യൽ കിട്ടുന്നത്. ഒരിക്കലും അവർ തമ്മിൽ ആഡ് ചെയ്യുകയല്ല, മൈനസ് ചെയ്യുകയാണ്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രശ്നം ഇതൊന്നുമല്ല. നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരെണ്ണം ഓക്സിഡേഷനും ഒരെണ്ണം റിഡക്ഷനുമാണ്. അപ്പോൾ IUPAC പറഞ്ഞു എന്ത് കൺസിഡർ ചെയ്താൽ മതി? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കി എടുത്താൽ മതി. അതായത് ഓക്സിഡേഷനാണ് ആനോട് തരുന്നതെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ എന്തായിട്ട് കൊടുക്കാവൂ? റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കി നമ്മൾ കൊടുക്കാം. നമുക്ക് തരുന്നതെല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യലാക്കിയിട്ടായിരിക്കും. പക്ഷേ അവിടെ നടക്കുന്ന ഓക്സിഡേഷനാണ്. ഇപ്പോൾ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ 2.1 വോൾട്ട് തന്നെന്ന് വിചാരിക്കുക. ആക്ച്വലി 2.1 വോൾട്ട് ആണോ? അല്ല, -2.1 വോൾട്ടാണ്. കാരണം അവിടെ നടക്കുന്ന ഓക്സിഡേഷനാണ്. തന്നിരിക്കുന്നത് റിഡക്ഷനായിട്ടായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടും. ഇത് റിഡക്ഷൻ്റെ വാല്യൂ ആണ്, പക്ഷേ നടക്കുന്ന ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് എടുത്താൽ മതി, -2.1. ഓക്കെ, ഇനി ഈ സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അല്ലെങ്കിൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, സിമ്പിളാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, തീർച്ചയായിട്ടും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.